നാളെ ഒരു റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് ഞാനും അനിയനും. കുഞ്ഞിനെ വീട്ടിൽ അമ്മേൻ്റെ അടുത്താക്കിയിട്ട് ഞങ്ങളൊരു വൈകുന്നേരം 4:30-5 മണി ആവാനായപ്പോൾ ചായ കുടിച്ച് മെല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആദ്യം നമ്മൾ ട്രെൻഡ്സിലോട്ടാണ് വന്നത് കേട്ടോ. ട്രെൻഡ്സിൽ നിന്ന് നമുക്ക് പാൻസ് മാത്രമേ കിട്ടിയുള്ളൂ. ഷർട്ട് അവന് ലെങ്ത്ത് കിട്ടൂല. ലെങ്ത്ത് കിട്ടുമ്പോൾ കളർ ഇഷ്ടപ്പെടില്ല. അതിന് സിമ്പിളായിരിക്കണം എന്നായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമുക്ക് പാൻസ് മാത്രം എടുത്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ട്രെൻഡ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന കളേഴ്സിൽ കയറിയിട്ട് നമുക്കൊരു ഷർട്ട് കിട്ടി. അപ്പോൾ ആ ഷർട്ട് എടുത്ത് നമ്മൾ നേരെ അവൻ്റെ ഹെയർ കട്ടിങ്ങിനാണ് പോയത്. അവിടെ ഞാൻ കുറച്ച് നേരം ഒന്ന് പോസ്റ്റായിട്ടോ. അപ്പോൾ ഞാൻ പോയി ചെറിയ ഫാൻസി ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോവുകയാണേ. വീട്ടിലേക്ക് പോകാനായപ്പോഴേക്കും ഒരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് കരിമ്പ് ജ്യൂസ് കുറച്ച് പാഴ്സൽ വാങ്ങി നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി നേരെ വീട്ടിൽ ചെന്നിട്ട് നാളത്തേക്കുള്ള ഫുഡ് റെഡിയാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് നാളെ റിസപ്ഷന് പോകാൻ. കാരണം അമ്മ വരുന്നില്ല. കാരണം അമ്മ തൈറോയിഡിൻ്റെ സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റ് കഴിഞ്ഞാണെങ്കിലും ഇൻഫെക്ഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോകാത്തത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നിട്ടാണോ അമ്മേൻ്റെ അടുത്ത് കുഞ്ഞിനാക്കി പോയത്? അച്ഛനുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ചേച്ചിയും കൂടെ കാറിൽ വന്നിട്ട് എന്നെയും അനിയനെയും എടുത്ത് നേരെ റിസപ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ കേട്ടോ. നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട്. 11 മണിക്ക് തുടങ്ങുന്ന റിസപ്ഷൻ നമ്മൾ 10:30 ആയപ്പോഴേക്കും എത്തി. അപ്പോൾ റിസപ്ഷൻ ആരുതാന്ന് നമ്മൾ പറഞ്ഞില്ല. അപ്പോഴാണ് അനിയൻ്റെ മോൻ്റെ റിസപ്ഷൻ ആയിരുന്നു. റിസപ്ഷൻ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അച്ഛൻ റിസൾട്ടിൻ്റെ ടെൻഷനിലായിരുന്നു. അപ്പുറത്ത് വേറെ എന്തൊക്കെയോ ഡിസ്കഷൻ നടക്കുന്നു. അപ്പോൾ കാത്തിരുന്ന് ചെക്കനും പെണ്ണും എത്തിയിട്ടുണ്ട്. അടിപൊളി ഡാൻസൊക്കെ ചെയ്തിട്ടാണ് അവളെ വെൽക്കം ചെയ്തത് കേട്ടോ. ഇതാണ് അവരുടെ ഹോൾ ഫാമിലി വരുന്നത്. ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫാമിലി മൊത്തം സ്റ്റേജിലുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ കേക്ക് കട്ടിങ്ങും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നത് പൊരിച്ച പത്തിരിയും ചിക്കൻ കറിയും ചില്ലി ചിക്കനും പിന്നെ ബിരിയാണിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഫുഡ് അടി പരിപാടികൾ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. കാരണം അമ്മ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ നമ്മൾ വേഗം വീട്ടിലേക്ക് പോയി. ഓക്കെ, ടാറ്റാ.